ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലും ഒപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിലും ആണ്. ഇതോടുകൂടി CPIM കൂടുതൽ പ്രതിരോധത്തിൽ ആകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ പട്ടികയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി വളരെ പെട്ടെന്ന് ഒന്ന് പോവുകയാണ്. അവിടെ നമുക്കറിയാം ഈ കേസിന്റെ തുടക്കം അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ തുടക്കം എന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് ആരംഭിച്ചത് എന്ന് നമുക്കറിയാം. കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്പോൺസർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി. മറ്റൊരാൾ എന്നത് മുരാരി ബാബു ആണ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ് മുരാരി ബാബു എന്നത്. അതോടൊപ്പം തന്നെ പിന്നീട് D സുധീഷ് കുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ, കേസിൽ അറസ്റ്റിലായ സാഹചര്യമുണ്ടായി. KS ബൈജുവിനെയും അറസ്റ്റ് ചെയ്ത പശ്ചാത്തലമുണ്ട്. മുൻ തിരുവാഭരണം കമ്മീഷണർ ആയിരുന്നു KS ബൈജു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് എന്നത് N വാസുവിൻ്റെതായിരുന്നു. അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ കമ്മീഷണർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചതാണ്. അതിന് പിന്നാലെയായിരുന്നു അടുത്ത അറസ്റ്റ് ഉണ്ടായത്. ഒരുപക്ഷെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ അറസ്റ്റ് എന്നത് A പത്മകുമാറിൻ്റേത് തന്നെയായിരുന്നു. MLA എന്ന നിലയിൽ CPM-ന്റെ MLA ആയിരുന്നു. അതോടൊപ്പം തന്നെ പത്മകുമാർ മുൻ പ്രസിഡന്റ് എന്ന നിലയിലും അദ്ദേഹം അറസ്റ്റിലാകുന്ന പശ്ചാത്തലം CPM-നെ പ്രതിരോധത്തിലാക്കി. S ശ്രീകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഒപ്പം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ, ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം CPIM നേതാവ് കൂടിയായ N വിജയകുമാർ എന്നിങ്ങനെയാണ് അറസ്റ്റിന്റെ പട്ടിക നിലനിൽക്കുന്നത്. ഇപ്പോൾ 10 പേർ ആണ് നിലവിൽ അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 പേർ എന്നത് ആണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് CPM-ന്റെ കൂടി പ്രമുഖരായ നേതാക്കൾ. അതിൽ A പത്മകുമാർ പത്തനംതിട്ടയിലെ CPM-ന്റെ മുഖം കൂടി ആണ്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മുൻ MLA എന്ന നിലയിൽ അദ്ദേഹം CPM-നോട് ചേർന്ന് നിൽക്കുന്നു. ഒപ്പം N വാസു PK ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോഴടക്കം അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ആയിരുന്നു. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, CPM-ന്റെ വിശ്വസ്തൻ. ഒപ്പം ഇതാ N വിജയകുമാർ കൂടി, മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയായ വിജയകുമാർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. അങ്ങനെ 10 അറസ്റ്റുകൾ ആണ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അന്വേഷണ സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനിലും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിലും ആണ്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ട് പോക്ക് എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഡാൻ കുര്യൻ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഞാൻ ഡാനിലേക്ക് പോകുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്നത് അത്രമേൽ കഠിനമായ ഒരു പ്രയത്നം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നിരവധിയായ ആളുകളെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു. 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. അതേസമയം തന്നെ അന്വേഷണ സംഘത്തിന് വലിയ സമ്മർദ്ദമുണ്ടാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ നിലവിലുണ്ട്. കാരണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തെ വിപുലീകരിച്ച പശ്ചാത്തലവുമുണ്ട്. ഡാൻ, ഇപ്പോൾ ഏത് നിലയിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്? ഉന്നതരിലേക്ക് തന്നെ, കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണ സംഘം എത്തുമെന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? രാഷ്ട്രീയമായി ഉന്നതർക്ക് ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന കേസുകളിൽ സാധാരണയായി അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ഏജൻസികളായിരിക്കും. അങ്ങനെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിലാണ് മുഖം നോക്കാതെയുള്ള നടപടികളിലേക്ക്, അതായത് അത് എത്ര വലിയ ഭരണതലത്തിൽ ഉന്നതരായാലും അവരിലേക്കൊക്കെ മുഖം നോക്കാതെയുള്ള നടപടികളിലേക്ക് യാതൊരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ സാധാരണയായി എത്തിച്ചേരുക. പക്ഷേ ഇവിടെ SITയുടെ ഭാഗത്ത് SITക്ക് മേലുള്ള വലിയൊരു സമ്മർദ്ദം ഈ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്, അന്വേഷണം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 10 അംഗ ടീമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് SP ശശിധരൻ്റെ നേതൃത്വത്തിൽ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 10 പേരുടെ അറസ്റ്റ് ഇതിനോടകം രേഖപ്പെടുത്തുകയും അതിൽ 3 പേർക്ക് രാഷ്ട്രീയമായി ഭരണകക്ഷിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു അസാധാരണമായ സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം ഇനി എവിടെയൊക്കെ എന്ന് ഏറ്റവും ആകാംക്ഷ ഉയർത്തുന്ന ഒരു ചോദ്യം വരുന്നത്. അന്വേഷണത്തിൻ്റെ സമയപരിധി തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം വരുന്ന ആഴ്ച സമർപ്പിച്ചേക്കും. ആ റിപ്പോർട്ടിൽ ഇതുവരെയുള്ള തുടർ നീക്കങ്ങൾ, അതായത് കഴിഞ്ഞ തവണ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ, അതായത് ഈ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്കപ്പുറത്തേക്ക് ഉന്നതരിലേക്ക് എത്താൻ
എന്തുകൊണ്ട് SITക്ക് കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ് SITക്ക് മുമ്പിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനിടയിലാണ് മുൻ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ, അതോടൊപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ വിശദമായി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം കടകംപള്ളി സുരേന്ദ്രനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുരുക്ക് മുറുകുന്ന സാഹചര്യം ഈ SIT നടത്തുന്ന അന്വേഷണത്തിൽ ഉണ്ടാകുമോ എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം ഉദ്യോഗസ്ഥർ വലിയ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സമ്മർദ്ദത്തിലാണ് എന്നത് തന്നെയാണ്. അതായത് ഈ കടകംപള്ളി സുരേന്ദ്രനെ ഈ കേസുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഒന്നും ഇതുവരെ SITയുടെ പക്കൽ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായി ഇരിക്കുന്ന സമയത്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഈ തട്ടിപ്പിൻ്റെ ഇടപാടുകൾ സന്നിധാനത്ത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രനെ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ഏറ്റവും സാങ്കേതികത്വം ഉണർത്തുന്ന ഒരു ചോദ്യമാണ് അവിടെ ഉയരുന്നത്. അതേസമയം ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനങ്ങൾക്ക് താൻ ഉത്തരവാദിയല്ല എന്ന് കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ ഈ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുന്നതിന് വേണ്ടി വീണ്ടും വിളിച്ചു വരുത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്ത സാഹചര്യം ഉണ്ടായാൽ ആ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പിലേക്ക് ലഭിച്ച ചില അഭ്യർത്ഥനകൾ, അതിൻ്റെ പകർപ്പുകൾ ഇതൊക്കെ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് സൂചന. ഒരുപക്ഷെ ഇതിനോടകം SIT അത് ശേഖരിച്ചിട്ടുണ്ടായിരിക്കാമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഈ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനോട് ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് SIT ഉള്ളത്. ഇതാണ് നിലവിലെ സാഹചര്യം എന്നത്. അതായത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സമ്മർദ്ദം അവർക്ക് ഉണ്ടാകുന്നു. മാത്രവുമല്ല കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്, കൃത്യമായി പ്രതികളിലേക്ക് എത്തണം എന്നുള്ളത്. ഡാനിലേക്ക് തന്നെ ഞാൻ തിരികെ എത്താം, കാരണം ഇതിൻ്റെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. നിലവിൽ അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനിലേക്കും അല്ലെങ്കിൽ PS പ്രശാന്തിലേക്കും ഒക്കെ എത്തുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പൊതുവായുണ്ടായ തിരിച്ചടി, ആ തിരിച്ചടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് എന്ന് പാർട്ടിയിലെ അണികൾ അല്ലെങ്കിൽ അടിത്തട്ടിൽ ഉള്ളവർ കരുതുന്ന സാഹചര്യമുണ്ട്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കും അങ്ങനെ നിലപാടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത്തരത്തിൽ പല കാരണങ്ങളിൽ ഒന്ന് അതായേക്കാം എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുന്നുണ്ട്. പക്ഷെ പാർട്ടി ഇപ്പോഴും അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ കാരണം എന്ത് എന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി മുൻനിർത്തി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. ഇതുവരെയും അറസ്റ്റിലായിട്ടുള്ളവർ, അതായത് പത്മകുമാർ ഉൾപ്പെടെ N വാസു ഉൾപ്പെടെ ഉള്ളവർ അറസ്റ്റിലാകുമ്പോൾ അവർ പാർട്ടിയുടെ മുഖങ്ങൾ തന്നെയായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല.